ഏവർക്കും ജസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്യേണ്ട സമയമായി. ഈ ചെടി കഴിഞ്ഞ വർഷം പ്രൂൺ ചെയ്തില്ല, അതുകൊണ്ട് വളരെയധികം നീണ്ടുപോയിട്ടുണ്ട്. ഇതാണ് പ്രൂൺ ചെയ്യാൻ പോകുന്നത്. അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്യുന്നത് ഫെബ്രുവരി, ജനുവരി മാസങ്ങളിലാണ്. സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലും അഡീനിയം ചെടികൾ പ്രൂൺ ചെയ്യാറുണ്ട്. നല്ല വെയിലുള്ളപ്പോഴാണ് അഡീനിയം ചെടികളെ പ്രൂൺ ചെയ്യേണ്ടത്. മഴയുള്ളപ്പോഴും മഞ്ഞുകാലത്തും സാധാരണ പ്രൂൺ ചെയ്യാറില്ല. മഴക്കാലത്ത് തണ്ടുകൾ വെള്ളം വീണ് ചീയുന്നത് കൊണ്ടാണ് പ്രൂൺ ചെയ്യാത്തത്. മഞ്ഞുകാലത്ത് വളർച്ച മന്ദഗതിയിലാണ്, അതുകൊണ്ട് മഞ്ഞുകാലത്തും പ്രൂൺ ചെയ്യാറില്ല. അഡീനിയം ചെടികളെ ഇടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുത്താൽ അവ നല്ല ബുഷായിട്ടും നിറയെ പൂക്കളുമായി നിൽക്കുകയുള്ളൂ. അഡീനിയം ചെടികളെ പ്രൂൺ ചെയ്യുവാനായി സാനിറ്റൈസ് ചെയ്ത ഒരു കത്തിയാണ് ആദ്യം വേണ്ടത്. ഹൈഡ്രജൻ പെറോക്സൈഡോ അല്ലെങ്കിൽ ഡെറ്റോളോ ഉപയോഗിച്ച് കത്തി ഒരു കോട്ടൺ കൊണ്ട് നന്നായി തുടയ്ക്കുക. അതിനുശേഷം കമ്പുകളെ മുറിച്ച് മാറ്റാവുന്നതാണ്. ഒരടിയോളം ഉയരത്തിൽ വെച്ചാണ് ഞാൻ കമ്പുകൾ മുറിക്കുന്നത്. ഒന്നോ രണ്ടോ നോഡുകൾ മുകളിൽ വെച്ചും മുറിച്ച് മാറ്റാവുന്നതാണ്. കമ്പുകളെല്ലാം മുറിച്ച് മാറ്റിയ ശേഷം മുറിവിലൂടെ വരുന്ന കറയെല്ലാം ഒരു കോട്ടൺ വെച്ച് നന്നായി തുടച്ച് മാറ്റണം. കൂടുതൽ കറകൾ പോകാനിട വന്നാൽ അത് പ്ലാന്റിന് ക്ഷീണമാകും. മുറിവുണ്ടായ ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ച് പിടിപ്പിക്കേണ്ടതാണ്. ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്. ഞാൻ സാഫാണ് ഉപയോഗിക്കുന്നത്. സാഫ് ഒരു പാത്രത്തിലിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തണ്ടിൻ്റെ മുറിവ് ഭാഗത്തേക്ക് തേച്ച് കൊടുക്കണം. ഇത് 15 വർഷത്തോളം പ്രായമായ പ്ലാന്റാണ്. 2 വർഷം മുമ്പ് ഇത് ഞാനൊന്ന് റീപ്പോർട്ട് ചെയ്തതാണ്. ഇനിയും റീപ്പോർട്ട് ചെയ്യാനും സമയമായിട്ടുണ്ട്. കോഡക്സ് ഒക്കെ അടിയിലാണ് വളരുന്നത്. ഒന്നുകൂടെ പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോൾ കോഡക്സ് പിന്നെയും വളർന്നു വരുന്നത് കാണാം. ഈ പ്ലാന്റിൻ്റെ ചുവട് ഭാഗം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. മണ്ണൊക്കെ നന്നായി ഇളക്കി ഇതിന് ചുവട്ടിലേക്ക് നൈട്രജൻ കണ്ടിട്ടുള്ള വളങ്ങൾ നന്നായി ഇട്ട് കൊടുക്കണം. പുതിയ തളിർപ്പുകളും ഇലകളുമൊക്കെ വേഗത്തിൽ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചാണകപ്പൊടിയും എല്ലുപൊടിയും ചേർത്ത മിക്സ്ചറാണ് ഇതിൻ്റെ ചൂട്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഇവ ഇട്ട് കൊടുത്ത ശേഷം നന്നായി മണ്ണ് ഒന്നുകൂടി ഇളക്കി കൊടുക്കുക. അത് മണ്ണോട് ചേരാൻ വേണ്ടി നന്നായി ഇളക്കി കൊടുക്കണം. മണ്ണ് നന്നായി ഇളക്കിയിട്ട് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ബാക്കിയുണ്ടായിരുന്ന സാഫ് കലക്കിയ വെള്ളമാണ് ഞാൻ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
മണ്ണ് ഇളക്കിയപ്പോൾ വേരുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. വേരുകളിൽ കൂടി ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി, വേരുകൾ ചീയാതിരിക്കാൻ വേണ്ടിയാണ് സാഫ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ചെടികൾ വെയിലത്ത് തന്നെ വയ്ക്കാവുന്നതാണ്. ഇതാണ് മുറിച്ച് മാറ്റിയ കമ്പുകൾ. ആരൊക്കെയോ നേരത്തെ ചോദിച്ചിരുന്നു കമ്പുകൾ തരുമോ എന്ന്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിലേക്ക് അഡ്രസ്സ് അയക്കാവുന്നതാണ്. കൂടെ കൊറിയർ ചാർജും കൂടെ അയക്കണം. ഞാൻ പ്ലാന്റുകളുടെ കമ്പുകൾ അയച്ചു തരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരും വരെ ബൈ. താങ്ക് യു.